ഞാനത് വെറുവാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞേ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട, നമ്മൾ ഇന്ന് വെച്ചോണ്ടിരിക്കുന്നത്. എന്റെ ആദ്യത്തെ സിനിമയാണ്, ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞോ? അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പം കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു, അതിപ്പോ എനിക്ക് വേണം. ഒരു കമന്റ് പറയാം, കണ്ണൂർ സ്കോറിന് ശേഷം നല്ലൊരു സ്കോർ, അതായത് നല്ല പോയിന്റ് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇത് പടം എൻഡ് ചെയ്യുന്നത് അങ്ങനെ ഒരു ഇതിലാണ്. കാരണം ഇനിയും ഒരു നല്ലൊരു കേസിന് വേണ്ടി ആ സ്കോഡ് വെയിറ്റ് ചെയ്യുന്നത്. ഒരു രണ്ടാം ഭാഗം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാണ്. ചേട്ടൻ എന്താ പറഞ്ഞു? അങ്ങനെ ഒരു പ്ലാനും ഞങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇന്നലെ ഒരു തിയേറ്ററിൽ പോയപ്പോ തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകരാണ് പറഞ്ഞത് രണ്ടാം ഭാഗം. ഞാനത് വെറുവാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞേ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ആ സസ്പെൻസ് വേണ്ട, നമ്മൾ ഇന്ന് വെച്ചോണ്ടിരിക്കുന്നത്. തീർച്ചയായും രണ്ടാം ഭാഗം ഉണ്ടാവും. ഞങ്ങളതൊക്കെ പ്ലാനിങ് അതൊക്കെ എല്ലാരും ചെയ്യേണ്ടത് കേട്ടോ. ഡയറക്ടറാണ് സാറിന്റെ ആദ്യത്തെ സിനിമയാണ്, ഇതുവരെയും ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് സിനിമ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ. ഇവൻ അങ്ങനെ പറഞ്ഞോ? അസിസ്റ്റ് ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറക്കി വിടുവാ. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പം ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും വലിയ ക്രൂവിന്റെ കൂടെ ഇതുപോലെ ഒരു സ്റ്റോറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു ധൈര്യം എവിടുന്നാണ്? എത്ര പടം അസിസ്റ്റ് ചെയ്യുന്നുണ്ട്? 4 പടം അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അതിൽ ജോണി ആന്റണി സാറിന്റെ കൂട്ടത്തിൽ പയ്യ പയ്യ എന്ന് പറഞ്ഞൊരു മൂവി, പിന്നെ ജിൻ സാറിന്റെ കൂടെ തന്നെ ആദം ജവാൻ എന്ന് പറയുന്ന മൂവി, പിന്നെ ഹാപ്പി സർദാർ, പച്ച, അങ്ങനെ 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല. ഇത് ജോലി എനിക്ക് മനസ്സിലായത് ഈ സിനിമ ചെയ്യാൻ സബ്ജക്ട് തന്നെയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യാന്ന് പറയുന്നത് അതിന്റെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കേട്ടപ്പം ഒരു 80s 90s ഒരു സിനിമ, അപ്പൊ ഒരു സബ്ജക്ട് നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തോന്നി. പിന്നെ ഒരു ഡയറക്ടർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനായിട്ടുണ്ടായ ഇൻസ്പിറേഷൻ. ഒരു നല്ല സിനിമ ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഇത് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതായിരുന്നു ഈ സിനിമയോട് ഉണ്ടായിരുന്ന നമ്മുടെ ഇൻട്രസ്റ്റ്. നമ്മൾ തന്നെ സ്വയം നവീകരിക്കുക, അതുണ്ടായിരുന്നു ഇത് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും സ്വയം നവീകരണം നടത്തുന്നുണ്ട്. കാര്യം എനിക്ക് ഞാൻ പറയാം, പൊതുവിൽ എൻ്റെ എല്ലാ ദിവസവും ഞാനങ്ങ് സ്വയം നവീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ തലേ ദിവസം നമ്മള് ഞാനും ജിനിച്ചേട്ടനുണ്ടായിരുന്നു, ഡാൽവിൻ ഉണ്ടായിരുന്നു, ഡോൾവിനും ഉണ്ടായിരുന്നു. നമ്മളിരുന്നിട്ട് ഈ സിനിമയിൽ ഈ കഥാപാത്രം എങ്ങനെ നിൽക്കണം നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉറപ്പിച്ചതിന് ശേഷമാണ് ഉറങ്ങാൻ പോകുന്നത്. പിന്നെ നിരന്തരമായിട്ട് ഈ സിനിമയിലെ ഞങ്ങൾ ഡിസ്കഷൻസിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തായിരിക്കും ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും അത് കിട്ടുമായിരുന്നു. ഈ ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ സിറ്റുവേഷൻസിൽ എന്തൊക്കെ ഇയാളുടെ മനസ്സിലൂടെ പോയേക്കാം എന്നുള്ള ഒരു ഊഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഈ കഥയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ആഡ് ഓൺ പോലെ എനിക്ക് ഡാലും പറഞ്ഞു. ചിലപ്പോൾ ഈ സിനിമയിലെ ആദ്യത്തെ ഭാഗങ്ങളിൽ കാണിക്കുന്ന ആ ബൈക്കൊന്നും ഇല്ല, അത് ചിലപ്പോൾ വിറ്റിട്ടുണ്ടാവും അയാൾ. അത് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ ആ 4 പോലീസുകാരും കുറച്ച് നാളത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണ കാണുമ്പോൾ ഈ 4 പോലീസുകാരിൽ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ട് പഴയതിനേക്കാളും, കുറച്ചുകൂടെ കാഷ്വലാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ സിനിമയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ പേഴ്സണൽ ലൈഫ് വരെ ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഉണ്ടായിരുന്നു. അതിന്റെ റിഫ്ലക്ഷൻസ് ഈ പറഞ്ഞ 2 കാലഘട്ടത്തിൽ ഒരു 6 മാസത്തെ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ അതിലും കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങളൊരു ബാക്ക് സ്റ്റോറി എല്ലാ ക്യാരക്ടേഴ്സിനും ഒക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, ഇതിൽ മെൻഷൻ ചെയ്യുന്ന കുറച്ച് അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കുറച്ച് വാക്കുകളുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഈ കൊലകളെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ അത് മെൻഷൻ ചെയ്താൽ സ്പോയിലർ ആകുമെന്ന് കരുതിയിട്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. ചേട്ടാ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം കഥയിലായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ്. ഈ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുമുണ്ട്. അപ്പോൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന സബ്ജക്റ്റ് സംസാരിക്കല്ല, ഇതൊരു ക്രൈമാണ്, അതിൻ്റെ ബേസിലുള്ള സ്റ്റോറിയാണെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അല്ല, ഇതിപ്പം താങ്കൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചു തന്നെയാണ് അതിൻ്റെ ഉത്തരവും. ഇത് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇതിനെ ഒരു ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ
നിങ്ങൾക്ക് അതിനകത്തുനിന്ന് നമ്മൾ അതിനകത്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ആ കാലഘട്ടത്തിലുമുണ്ട്, അത് അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്, മാറാതെ നിൽക്കുന്നു എന്നുള്ളത് ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഇത് കാണുന്ന ഓഡിയൻസ് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ശരിക്കും ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതിനേക്കാൾ അത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നതും നമ്മളുടെ പ്രോഡക്റ്റ് വർക്കായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചോദ്യം. അതുകൊണ്ട് അത് കാണുന്ന ആളുകളുടെ മനസ്സിൽ ആ ഒരു പെയിനുമായിട്ട് ഇതൊക്കെ അന്നും ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ, നാളെയും ഉണ്ടാകുമല്ലോ എന്ന ആശങ്കയോടുകൂടി നിൽക്കുന്നതാണ് അതിനകത്ത് പറയാതെ പറയുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഈ സിനിമയിലെ ഒരു പാർട്ടാണ് ഞാൻ കൂടെ ഉള്ള ഒരു റിയലൈസേഷൻ. സാധിക്കുമ്പോൾ നമുക്കൊരു വലിയ കൈയിലൂടെ സ്വാഗതം ചെയ്യാം. പെർഫോമൻസ് ചേട്ടൻ്റെ. താങ്ക് യു സോ മച്ച് ചേട്ടാ ഫോർ ജോയിനിങ് അസ്. ആരെവിടെ ഇരിക്കുന്ന ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, സാധിക്കട്ടാ ഞങ്ങളെ ജോയിൻ ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. നോ വറീസ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂവി കണ്ടു കഴിഞ്ഞ ശേഷം? തിയേറ്ററിൽ പെർഫോമൻസിനെ എല്ലാവരും എന്താ പറയുക റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാനിപ്പോഴും ഇവിടെ ഇരിക്കുന്നത്. ഗംഭീര അഭിപ്രായമാണ്. അതുപോലെ എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് വളരെയധികം ഭയങ്കര അപ്രിസിയേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി. അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്കായിട്ടാണ് വന്നത്. ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്തായാലും സത്യത്തിൽ കണ്ണു നിറഞ്ഞു പോയി. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ആണ്. വളരെ നിർബന്ധപൂർവവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത്, കടുവയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് സാധിക്കേണ്ടതായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത്. അത് ഞാൻ മനസ്സിലുറപ്പിക്കുന്നു. പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം. പക്ഷെ ജിനു വാക്ക് പാലിച്ചു. അത് ജിനു എന്നോട് ഒരു കാര്യം പറഞ്ഞു, 100% കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ 101% കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് ഇന്നലെ പറഞ്ഞു, ചേട്ടാ ഈ പടം ഹിറ്റാണെങ്കിൽ, ചേട്ടന് ഈ പടത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാമെന്ന് പറഞ്ഞു. അതിപ്പോൾ എനിക്ക് വേണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ഇപ്പൊ ഇവിടെ രണ്ടുപേരും കോമ്പറ്റീഷൻ ഉണ്ട്, ആരോട് ലാസ്റ്റ് ചോദിക്കുന്നത്. സോ ലെറ്റ് മീ ആസ്ക് അൻകാൻ. നടത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയിലുള്ള എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഭയവും. ഇപ്പം ആ എക്സൈറ്റ്മെൻറ്റിന് ഫലമുണ്ടായി, ആ ഭയം പൂർണ്ണമായിട്ട് മാറി. ശരിക്കും ഇതൊരു പരീക്ഷണം തന്നെ ആയിരുന്നു. തിരക്കഥയിൽ ഞാൻ എന്തുകൊണ്ടൊരു അടുത്തൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എഴുതണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ തിരക്കഥയിലെ ഈ പുതുമ എന്ന് പറയുന്നത്. അത് വിജയിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോ ഇതില് പ്രേക്ഷകർക്ക് കണ്ട എല്ലാവർക്കും ഒരു അഭിപ്രായമാണ്. അതായത് SI ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ടോവിനും ഇല്ല. അതായത് ഈ പറഞ്ഞ പോലെ ഓരോ സിനിമ കഴിയുന്നവരും ടോവിനോയ്ക്ക് സംഭവിക്കുന്ന റിഫൈൻമെന്റുകളെ കുറിച്ചിട്ട് ഇന്നലെ ഒരുപാട് കുറിപ്പുകൾ ഉണ്ടായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അത് അഭിപ്രായമുണ്ട്. അപ്പൊ ടോവിനോ എടുക്കുന്ന എഫേർട്ടുകളൊക്കെ പ്രേക്ഷകർക്ക് കണക്ട് ആവുന്നുണ്ട്. അതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട്. ആൾക്കാർക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ കൂടുതൽ എഫേർട്ട് എടുക്കാനുള്ള പ്രോത്സാഹനമാണ് തീർച്ചയായിട്ടും. എനിക്കതിനേക്കാളും ഒരുപാട് സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തത്. റിലീസിന്റെ തലേദിവസം നമ്മളങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചൊന്നും അല്ലായിരുന്നത്. ഞങ്ങൾ വളരെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാര്യം ഞങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുള്ള പടത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴത്തെ കാലത്ത് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള മാസ് ഇലവേഷൻ സീനുകളോ അങ്ങനെ പറയേണ്ട ഒരു കഥയാണ് ഇതെന്ന് തോന്നിയിട്ടുമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുകയും അവർക്ക് അതേ രീതിയിൽ തന്നെ ഈ സിനിമയെ സ്നേഹിക്കാനും പറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, കുറച്ച് സ്ലോ ആയി പോയാലൊക്കെ പ്രകൃതി പടം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ പോലെ സോ അപ്പോൾ അതുപോലെയൊന്നും അല്ലാതെ
പ്രകൃതി പടമാണോ അല്ലെങ്കിൽ ഈ മാസ് മസാല എന്റർടൈനർ ആണോ എന്തോ ആണോ, സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നല്ല സിനിമയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മോശം സിനിമയും, അത്രയും. അല്ലാതെ ഇതിന്റെ വേറെ ക്ലാസിഫിക്കേഷനുകളെക്കാളൊക്കെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര സന്തോഷമാണ് ഇതിന്റെ ഈ സിനിമ എങ്ങനെയാണോ അങ്ങനെ ഈ സിനിമയെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇവിടുത്തെ പ്രേക്ഷകർക്ക് ആ സിനിമനെ ഇഷ്ടപ്പെടാൻ പ്രേക്ഷകർക്ക് പറ്റി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരുപാട് ഗിമ്മിക്കുകളെയോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങനെ സിനിമാറ്റിക് മാസ് എലിവേഷൻ പരിപാടികളും ഇല്ലാതെയും ഇവിടെ സിനിമകൾ മുന്നോട്ട് പോകാം, നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ വേറെയും സിനിമകൾ ചെയ്യാം, പലതരം സിനിമകൾ ചെയ്യാം എന്നുള്ളതിന്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എന്താ പറയുക അഷ്വറൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഏതോ ഒരു റൈറ്റപ്പിൽ ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും സക്സസ്ഫുള്ളി റണ്ണിങ് ഇൻ തിയേറ്റേഴ്സ് ഫ്രം Feb 9th. ഹോപ്പ്ഫുള്ളി എല്ലാവരും കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് സക്സസ് മീറ്റ്. എല്ലാ മീഡിയ ഫ്രണ്ട്സിനും യു ഷുഡ് ഡെഫിനറ്റ്ലി സ്പ്രെഡ് ദ വേർഡ്. കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പോയി കാണുക. ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഒരു ടിക്കറ്റ് എടുത്താൽ 2 സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാം, അതാണ് ഗ്യാരണ്ടി. സോ ഡെഫിനറ്റായിട്ടും ഗോ വാച്ച് ദ മൂവി. സോ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇസ് റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ തിയേറ്റേഴ്സ്. എല്ലാവരും പോയി കാണാം. അതിനുള്ളിൽ ലെറ്റ് മീ വെൽക്കം കോട്ടയം നസീർ കാ. പ്ലീസ് ജോയിൻ us on the stage. ലേറ്റാ വന്നാലും സ്റ്റൈലാ വരും, അതാണ് നസീർ കാ. നസീർ കാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. Thank you so much ഏട്ടാ. സോ വി ആർ ഓപ്പണിംഗ് ദ Q&A. അപ്പം പ്രസിൻ്റെ അടുത്താണ്. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മളുടെ ഹോൾ ടീം ഇനിയിപ്പം സസ്പെൻസുകളൊന്നുമില്ല. യു ഹാവ് വാച്ച് ദ തിയേറ്റർ. അപ്പം സ്പോയിലേഴ്സ് വലിയ സ്പോയിലർ ആവാണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ വെറുതെ സ്പോയിലർ ആക്കണ്ടല്ലോ അല്ലേ ഏട്ടാ. അപ്പം എല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. സോ പ്ലീസ്. ചേട്ടാ ഇവിടെ റൈറ്റ് ഇവിടെ അപ്പം ഈ സിനിമയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്ന എഴുത്ത് തന്നെയാണ്. അതായത് നമ്മൾ വെബ് സീരീസ് കണ്ട ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ. അപ്പോൾ പതിവ് ഒരു സിനിമയുടെ ഒരു എഴുത്തിൻ്റെ ശാസ്ത്രത്തിൽ നിന്ന് മാറി 2 സിനിമ, അതുപോലെ ഏറ്റവും പറഞ്ഞ പോലെ 2 സിനിമ, ഫസ്റ്റ് ഹാഫ് ഒരു സിനിമ, സെക്കൻഡ് ഹാഫ് ഒരു സിനിമ, ഇത് തമ്മിൽ രണ്ടും അങ്ങനെ ഒരു നമ്മൾ എഴുത്തിലൂടെ നമ്മൾ കണ്ട സിനിമ. അപ്പോൾ അത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു, അല്ലെങ്കിൽ അതൊരു പുതിയ നരേഷൻ, അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് അല്ലായിരുന്നോ ഈ സിനിമയുടെ എഴുത്തിനകത്ത്? തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് നേരിട്ട ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് ത്രില്ലർ സിനിമകൾ വരുന്നുണ്ടല്ലോ, ഇപ്പം നിങ്ങളൊരു ത്രില്ലറും പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പുതുമ, എന്താണ് എന്നാണ് ഒത്തിരി ആളുകൾ. ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കുറവ് ഉണ്ടാവുന്നതിൻ്റെ ഒരു റീസണും അതായിരുന്നു. കാരണം ഇഷ്ടംപോലെ ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട്, ഗംഭീരമായ ത്രില്ലർ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ് എല്ലാവരും